പ്രിയമുള്ള ഹൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ഇടവക അംഗങ്ങളെ, യുവാക്കളെ, യുവതികളെ, മാതാപിതാക്കളെ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ എല്ലാ സ്വാഗത വാക്കുകൾക്കും അച്ഛനോടുള്ള സന്തോഷം, നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛൻ സ്വാഗതം പറഞ്ഞു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു ഭയം എന്നെ പിടികൂടുകയുണ്ടായി. അച്ഛൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം മാർട്ടിൻ അൽഫോൺസ് ആണ് പ്രസംഗിച്ചത്. നിങ്ങൾക്കറിയാം, മാർട്ടിൻ അൽഫോൺസ് പ്രസംഗിച്ചതിന് ശേഷം പ്രസംഗിക്കുന്ന ആളുടെ കാര്യം. അതുകൊണ്ട് എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം എന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുമില്ല. എന്നിരുന്നാലും എനിക്ക് വളരെ ഉറപ്പുണ്ട്, വളരെ പ്രാർത്ഥനയോടുകൂടെ, താല്പര്യത്തോടുകൂടെയാണ് നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവനാമത്തിൽ, തൃത്വനാമത്തിൽ, തൃത്വത്തിൻ്റെ വലിയ മുദ്രയുള്ള ഈ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളെ ദൈവം വെറുതെ മടക്കി വിടുകയും, അത് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഈ കാലം വല്ലാത്ത കാലത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പലപ്പോഴും പറയും, കാലത്തിന്റെ ദശാസന്ധിയിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട്. സംഭവബഹുലമായ ഒരു വർഷം പിന്നിട്ടു. ഇനി ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയായി ദൈവസന്നിധിയിൽ ഒരുങ്ങി വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, പുതുവർഷം എനിക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ ആർക്ക് വേണ്ടി ജീവിച്ചോളാം? ദൈവത്തിന് വേണ്ടി ജീവിച്ചോളാം. കുറെ നാളായി ദൈവം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇത് പറയുന്നത് തുടങ്ങിയിട്ട് എത്ര നാളായി? വളരെ നാളുകളായി. എന്നിരുന്നാലും ദൈവം വീണ്ടും വീണ്ടും നമുക്ക് അവസരം നൽകുകയാണ്. ഈ അടുത്ത സമയത്ത് ഒരു ഭക്തൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, കർത്താവേ, അനേക തവണ തീരുമാനമെടുത്ത ഹൃദയമാണ് ഞങ്ങളുടേത്, അനേക തവണ സമർപ്പണം പറഞ്ഞ നാവുകളാണ് ഞങ്ങളുടേത്, എങ്കിലും ഞങ്ങൾ വീണുപോയി. നീ ക്ഷമിക്കുന്ന ദൈവമാണ്. നീ ക്ഷമിക്കുന്ന ദൈവമാണെങ്കിലും, ഞങ്ങളെ ഉൾക്കൊള്ളുന്ന ദൈവമാണെങ്കിലും, നമ്മളുടെ മടങ്ങി വരവിന് വേണ്ടി ഈ ദൈവം കാത്തിരിക്കുകയാണ്. ഈ വർഷാന്ത്യ ശുശ്രൂഷകളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ വളരെ ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടുകൂടെ, ദൈവവചനത്തിന് മുമ്പാകെ താല്പര്യത്തോടെ നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഇന്നും നാളെയും മറ്റേനാളുമായി ദൈവത്തിന്റെ വചനം വളരെ ശക്തിയായി നിങ്ങളോട് ഇടപെടും എന്നതിന് യാതൊരു തർക്കവുമില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി വരിക. എല്ലാവരും കണ്ണുകൾ അടച്ച്. മനോഹരമായ ഒരു ദേവാലയം, ഒരു യാഗപീഠത്തിന് മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. വിശുദ്ധ കൂദാശയാൽ അനുഗ്രഹീതമായ ഒരു വലിയ യാഗപീഠം, വിശുദ്ധ അപ്പവീഞ്ഞകളെ നുറുക്കുന്നതായ യാഗപീഠം, അനേകരുടെ കഥനങ്ങളും കണ്ണുനീരും വീണിട്ടുള്ളതായ യാഗപീഠം, അനേകർ നിലവിളിച്ച് പ്രാർത്ഥിച്ച ഒരു വിശുദ്ധ സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഈ വിശുദ്ധ ദേവാലയത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കാം. നമ്മുടെ കണ്ണുകൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് സ്വർഗം തുറന്നിരിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവത്തിന്റെ കണ്ണ് തുറന്നിരിക്കുകയാണ്, ഹൃദയം തുറന്നിരിക്കുകയാണ്. ദൈവമേ, നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുകയാണ്, നീ ഞങ്ങളുടെ ഇടയനായിരിക്കുകയാണ്, നീ ഞങ്ങളുടെ ദൈവമായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമായി. ആടിയനിതാ ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ. ഞങ്ങളുടെ സംഗീതമായിരിക്കുന്ന, ഞങ്ങളുടെ കോട്ടയായിരിക്കുന്ന ദൈവമേ, നിന്റെ മുമ്പാകെ, നിന്റെ യാഗപീഠത്തിന് മുമ്പാകെ, നിന്റെ വചനത്തിന് മുമ്പാകെ ഞങ്ങളിരിക്കുന്ന ഈ രാത്രിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. രാത്രിയിലുള്ള നിന്റെ കരുതലിനായി, രാത്രിയാമങ്ങളിലുള്ള നിന്റെ വിശ്വസ്തതയ്ക്കായി, നിന്റേതായ അനുഭവങ്ങൾക്കായി, നീ ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. വചനത്തിലൂടെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ
ഞങ്ങളുടെ മൺകൂടാരങ്ങളുടെ മേൽ അഗ്നിനാവുകൾ ഇറങ്ങിയിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാൻ, പരിശുദ്ധാത്മാവിന്റെ ആത്മമാരി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പെയ്തിറങ്ങുവാൻ ദൈവമേ നീ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും വന്നതുപോലെ തിരികെ പോകരുതേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവമേ, ജീവിതം കൂടുതൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചവരായി, ദൈവസന്നിധിയിൽ ജീവിതത്തെ നുറുക്കി ഏൽപ്പിക്കുന്നവരായി, കുശുവിന്റെ കയ്യിൽ കളിമണ്ണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഏൽപ്പിക്കപ്പെടുവാൻ ഈ രാത്രി നിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് സമ്പാദിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ അവിടുന്ന് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഇന്ന് ഞങ്ങൾക്കുണ്ടായി എന്ന് ഞങ്ങൾക്ക് സാക്ഷിപ്പാൻ കർത്താവോടൊന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നിന്റേതാകിയാൽ സ്തോത്രം. ആത്മാവിനാൽ അതിന് ഞങ്ങൾക്ക് വിഭാഗിച്ചു തരണം. യേശു മശിഹ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമേൻ. ഭക്തനായ പി.വി. തോമി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഏറെ സ്നേഹിക്കുന്ന 3 പെൺമക്കളെ അരികെ വിളിച്ചു പറഞ്ഞു. ഈ ഭക്തൻ പറഞ്ഞു, ആയുസ്സിൽ ഞാൻ ഒന്നും സമ്പാദിച്ചില്ല. കർത്താവിനെ വിളിച്ച നാഴിക മുതൽ കർത്താവിന്റെ വേലയിൽ ഞാൻ വ്യാപൃതനായിരിക്കുന്നു എന്ന് മാത്രം. പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സമ്പാദിച്ചു തരുവാൻ എന്റെ കൈവശം ഒന്നുമില്ല. എങ്കിലും ഞാൻ മൃതിയടഞ്ഞ് മൺമറഞ്ഞ് മാറിപ്പോകുമ്പോൾ, എന്റെ ഓർമ്മകളായി എന്റെ ജീവിതം അവശേഷിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് നിങ്ങൾ തുറന്നു നോക്കണം. അത് എന്റെ കാലത്തിന് ശേഷം മാത്രമേ തുറന്നു നോക്കാവൂ. ഈ ഭക്തൻ വിട പറഞ്ഞ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, മരണനാഴികകൾ ഒക്കെ പിന്നിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കൂട്ടായ്മക്കാർ വിട പറഞ്ഞപ്പോൾ, ഈ ഭക്തരായ മനുഷ്യന്റെ 3 പെൺമക്കൾ അവരുടെ പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്നതായ ആ ഒരു പെട്ടി തുറന്നു. ആ പെട്ടിയിൽ എന്താണ് തന്റെ പിതാവ്, തങ്ങളുടെ പിതാവ് തങ്ങൾക്ക് സമ്പാദ്യമായി ഒരുക്കി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ വളരെ ആവേശത്തോടെ ഉദ്വേഗത്തോടെ തുറന്നു നോക്കിയ പെട്ടിക്കുള്ളിൽ 3 വേദപുസ്തകമാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആയുസ് മുഴുവൻ നിങ്ങളെ ചുമക്കുവാൻ ശേഷിയുള്ള ദൈവത്തിന്റെ വചനം സമ്പത്തായി കൊടുത്ത ഈ ഭക്തൻ പാടിയ മനോഹരമായ പാട്ടാണ്. പാടും ഞാൻ യേശുവിനാ ജീവൻ പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധി ജീവൻ പോവുകയുള്ളൂ. നന്ദിയോടെ നമുക്ക് പാടാം. ഈ രാത്രിയിലത്തെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. The book of Genesis chapter 32 verse 26. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാം വാക്യം. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഭക്തനായ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ മനോഹരമായ പ്രാർത്ഥനയാണ് വേദപുസ്തകത്തിന്റെ താളുകളിൽ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ 25 അധ്യായങ്ങൾ ഒരു ഭക്തനായ മനുഷ്യന് വേണ്ടി വേദപുസ്തകത്തിൽ എഴുത്തുകാരൻ മാറ്റിവെച്ചിരിക്കുകയാണ്. 3 വിശുദ്ധന്മാരെ കുറിച്ച് പ്രാർത്ഥനകളിലും ആരാധനകളിലും പാട്ടുകളിലും ഗീതങ്ങളിലും നമ്മൾ എല്ലായ്പ്പോഴും ഉരുവിടാറുണ്ട്. അത് അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബുമാണ്, ഈ 3 ഭക്തന്മാർ. എന്നാൽ വേദപുസ്തകം പഠിക്കുന്ന ഏതൊരു വിശ്വാസിയും ഏതൊരു ഭക്തനും കണ്ടെത്താവുന്ന കാര്യം ഇതാ, ഈ വിശുദ്ധരായ അബ്രഹാമിനോ വിശുദ്ധനായ ഇസ്ഹാക്കിനോ ഒന്നും തന്നെ ഇത്ര ദീർഘം ഒരു കഥ പറയുന്നില്ല. മറിച്ച് യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി 25 അധ്യായം 25 ചാപ്റ്റേഴ്സ് ആണ് വേദപുസ്തകത്തിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഞാൻ ഓർത്തത്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് വേണ്ടി ഇങ്ങനെ ഒരു വലിയ ദീർഘമായ വിവരണം? എന്തിനാണ് ഈ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ വേദപുസ്തകത്തിൽ സവിസ്തരം വർണ്ണിച്ചിരിക്കുന്നത്? ഒറ്റ കാര്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ വിശുദ്ധനായ ദൈവത്തോട് ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്തിനു വേണ്ടിയാണ് യാക്കോബ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറയും, ഒറ്റ കാര്യത്തിന് വേണ്ടി. ആ യാക്കോബ് രാത്രിയിൽ യാബോക്ക് നദീതീരത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നീ എന്നെ ഒരു വിശുദ്ധനാക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. നീ എന്നെ ഒരു വിശുദ്ധനാക്കണം എന്നുള്ള മനോഹരമായ പ്രാർത്ഥന ഒറ്റ വാക്കിൽ ഉരുവിടുകയാണ് യാക്കോബ്. അതുകൊണ്ടാണ് ഈ ദൈവം പറയുന്നത്, ഇനി മുതൽ നീ യാക്കോബല്ല, നീ ആരായിരിക്കും? ഇസ്രായേൽ ആയിരിക്കും. വിശുദ്ധ നാമം നൽകി ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചുവെങ്കിൽ ഈ ഭക്തന്റെ പ്രാർത്ഥന, കർത്താവേ എന്നെ നീ ആരാക്കണമേ, വിശുദ്ധനാക്കണമേ എന്നുള്ളതാണ്. എനിക്ക് പ്രാരംഭമായി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ കാലത്ത് ഈ നാട്ടിൽ ജീവിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കേണ്ട ഒറ്റ പ്രാർത്ഥനയുള്ളൂ, കർത്താവേ ട്രാൻസ്ഫോം അവർ ചിൽഡ്രൻസ്
daughters into your saints. കർത്താവേ, നിന്റെ വിശുദ്ധരാകാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാലമാണ്. വളരെ സംഭവബഹുലമായ കാലം, വളരെ അർത്ഥപൂർണമായ അർത്ഥശങ്കയില്ലാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ആളുകളാണ് വഴിമറ്റിൽ വീണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എത്ര പേർ അധമന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഏക ഉത്തരം എന്ന് പറയുന്നത് ഒന്നുകൂടെ പ്രാർത്ഥിക്കുക, ഒന്നുകൂടെ സ്വർഗത്തിലേക്ക് നോക്കി ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. എന്താണ് പ്രാർത്ഥന? കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങൾ നിന്നെ വിടുകയില്ല. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ഉയർച്ചയ്ക്ക് വേണ്ടി, ഭൗതികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഈ വിശുദ്ധനായ യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇത്രയും നാൾ ഞാൻ ഇതിനു വേണ്ടിയൊക്കെ ഓടിവനാണ്, ഈ സമ്പത്തിന് വേണ്ടി, ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഈ അവകാശങ്ങൾക്ക് വേണ്ടി, ഈ പദവികൾക്ക് വേണ്ടി ഓടി പോയതായ മനുഷ്യൻ. വിശുദ്ധ വേദപുസ്തകത്തിന്റെ മനോഹരമായ എഴുത്തുകളാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന മനുഷ്യനാണ്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ വേദപുസ്തകത്തിന്റെ അത്രയും സൗന്ദര്യമുള്ള ഒരു പുസ്തകം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം വേദപുസ്തകത്തിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, രാത്രിയിൽ അവൻ എഴുന്നേറ്റു. രാത്രിയിൽ അവൻ എഴുന്നേറ്റു. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ രാത്രിയിൽ എഴുന്നേറ്റു. എവിടെ നിന്നാണ് എഴുന്നേറ്റത്? അവനിതാ തന്റെ പ്രിയപ്പെട്ടവരായ ഭാര്യമാരെയും തന്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ കൂട്ടി തന്റെ അമ്മായിപ്പന്റെ ഇടത്തു നിന്ന് ഓടി ഒളിക്കുകയാണ്. അങ്ങനെ ഓടി 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 യാബോക്ക് എന്ന് പറയുന്ന നദീതീരത്ത് വന്ന് നിൽക്കുമ്പോൾ അന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് ആ രാത്രിയിൽ ഉറക്കം വരുന്നില്ല. എന്തുകൊണ്ടാണ് യാക്കോബിന് ഉറക്കം വരാഞ്ഞത്? യാക്കോബിന്റെ ജീവിതം യാക്കോബ് ഒന്ന് പരിശോധിക്കുകയാണ് രാത്രിയിൽ. യാക്കോബ് തന്റെ ജീവിതം രാത്രിയിൽ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം യാക്കോബിന് മനസ്സിലായി. പഴയകാല ജീവിതം പരിശോധിച്ച് നോക്കിയാൽ, കണക്കെടുത്ത് നോക്കിയാൽ ജീവിതം അമ്പേ പരാജയമായിരുന്നു. വളരെ ഭക്തനായ മനുഷ്യന്റെ ഒരു ഭക്തനായ പുത്രനാണെങ്കിലും ജീവിതം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ യാക്കോബ് ഓർക്കുകയാണ്, ദൈവമേ, ഇത് എന്തിനു വേണ്ടി എന്ന് ചോദിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇതാ യാക്കോബ് തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തി എന്നതിന്റെ അർത്ഥം യാക്കോബ് തന്റെ ഭാര്യമാരെ അക്കരെ കടത്തി, താൻ നേടിയതായ സമ്പത്തിനെ അക്കരെ കടത്തി, ആടുമാടുകൾ, ഒട്ടകങ്ങൾ സർവ്വതും അക്കരെ കടന്നു. വേദപുസ്തകത്തിൽ മനോഹരമായ ഒരു വാക്യം കൂടി എഴുതി വെച്ചു, യാക്കോബ് ധനിച്ചായി. യാക്കോബ് അങ്ങനെയായി ധനിച്ചായി. He was alone. ജീവിതത്തിൽ ആദ്യമായി ഒരു രാത്രിയിൽ ഒരു മനുഷ്യൻ ഒരു നദീതീരത്ത് ഒറ്റയ്ക്കാവുകയാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ടോ? ഇതാ യാക്കോബിന്റെ ജീവിതത്തിൽ നേടിയതെല്ലാം അക്കരെ ഉണ്ടാവുകയും ഇതാ നേട്ടങ്ങളെല്ലാം അപ്പുറത്താവുകയും ചെയ്തപ്പോൾ യാക്കോബ് ഒറ്റയ്ക്കാവുകയാണ്. ഈ രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിൽ എന്തിനു വേണ്ടിയെല്ലാം ഓടിയോ അതെല്ലാം നമ്മെ വിട്ടു പോകുന്ന ഒരു രാത്രി. നാം എന്തിനൊക്കെ വേണ്ടി അധ്വാനിച്ചോ, എന്തിനൊക്കെ വേണ്ടി ബുദ്ധി ദുരുപയോഗം ചെയ്തോ, എന്തിനൊക്കെ വേണ്ടി അടരാടിയോ, എന്തിനൊക്കെ വേണ്ടിയോ പോരാടിയോ, അതെല്ലാം നമ്മെ വിട്ടു പോകുന്ന ഒരു ദിവസമുണ്ട്, ഒരു രാത്രിയുണ്ട്. അതാണ് കണക്കെടുപ്പിന്റെ രാത്രി. കണക്കെടുപ്പിന്റെ രാത്രിയിൽ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു കർത്താവ് മനോഹരമായ ഒരു ഉപമ പറയുകയാണ്, പാരബിൾ പറയുകയാണ്. അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ എല്ലാം നേടി, ഈ സമ്പന്നൻ എല്ലാം നേടി, അവന്റെ വസ്തുവകകൾ പെരുകി, അവൻ പുതിയ പുതിയ കളപ്പുരകൾ പണിതു, എല്ലാം വാരിക്കൂട്ടി. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, മൂടായി, ഈ രാത്രിയിൽ നിന്റെ കണക്കെടുത്താൽ നീ എങ്ങനെയിരിക്കും? ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിന്റെ കണക്കെടുത്താൽ എങ്ങനെയിരിക്കും? ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ രാത്രി ദൈവം കണക്കെടുത്താൽ എങ്ങനെയിരിക്കും നമ്മുടെ കണക്കെടുപ്പ്? ഈ രാത്രിയിൽ ഇതുപോലൊരു രാത്രിയിൽ യാക്കോബിന്റെ ജീവിതത്തിൽ കണക്കെടുപ്പ് ഉണ്ടാവുകയാണ്. യാക്കോബ് അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞാൻ ധനിച്ചായി? എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരാജയ ഭീതി? 4 കാര്യമുണ്ട് യാക്കോബ് എന്തുകൊണ്ട് തോറ്റുപോയി എന്നതിന്. 4 കാര്യം നമ്മൾ അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് പോകണം. 25-ാം അധ്യായത്തിൽ യാക്കോബിന്റെ ജനനത്തെ കുറിച്ച് വേദപുസ്തകം പറയുകയാണ്. യാക്കോബ് ജനിച്ചു. ഇസ്ഹാക്കിന്റെ മകനായി ഏശാവും യാക്കോബും 2 പുത്രന്മാർ ജനിക്കുകയാണ്. അവിടെ പറയുന്നു, ഏശാവ് വനസഞ്ചാരിയും വേട്ടക്കാരനും ആയിരുന്നു. ഏശാവ് വനസഞ്ചാരിയും വേട്ടക്കാരനുമായിരുന്നു. യാക്കോബോ കൂടാരവാസിയും സാധുശീലനും ആയിരുന്നു. ഇതാണ് വേദപുസ്തകം തുടക്കത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. യാക്കോബിനെ കുറിച്ച് പറയുന്നു, അവൻ എന്താണ് അവന്റെ തുടക്ക ജീവിതം, ബിഗിനിങ് എങ്ങനെയാണ്? അവൻ സാധുശീലനും കൂടാരവാസി. എന്താണ് കൂടാരവാസി എന്ന് പറഞ്ഞാൽ? കൂടാരം വിട്ടുപോകാത്തവനാണ് ആര്? കൂടാരവാസി. കൂടാരം വിട്ടുപോകാത്തവനാണ് കൂടാരവാസി. എന്നാൽ ഞാൻ പറയും, കൂടാരം വിട്ടുപോകാത്തവൻ. എന്താണ് ഈ കൂടാരം? ദൈവകൃപയുടെ കൂടാരം വിട്ടുപോകാത്തവനാണ് കൂടാരവാസി.
മനോഹരമായ ഒരു പ്രതിബിംബമാണ് കൂടാരം എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലൂടെ യാത്ര തിരിച്ചപ്പോഴെല്ലാം പറയുന്നു, ദൈവം അവരുടെ മധ്യത്തിൽ കൂടാരം അടിച്ച് പാർത്തു. ദൈവം എങ്ങനെ ഇസ്രായേൽ മക്കളോടുകൂടെ പാർത്തു? കൂടാരം അടിച്ച് പാർത്തു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മോടുകൂടെ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശുവിനെ കുറിച്ച് പറയുക, നോക്കുക, പഴയ നിയമവും പുതിയ നിയമവും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും പാർക്കലിനെ കുറിച്ച്, സ്റ്റേയിങ്ങിനെ കുറിച്ച്, ഡ്വെല്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ദൈവകൃപയോടുകൂടെ പാർക്കുകയാണ്. അതുകൊണ്ട് കൃപയോടുകൂടി പാർക്കുന്നവനാണ് കൂടാരവാസി. കൃപയ്ക്ക് അധീനനാകാതെ കൃപയിൽ ലയിച്ച് ജീവിക്കുന്നവനാണ് കൂടാരവാസി. ഇതാ യാക്കോബിനെ കുറിച്ച് പറയുന്നു, യാക്കോബ് ദൈവത്താൽ ജനനത്തിന് മുമ്പേ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. എന്ത് അനുഗ്രഹം ലഭിച്ചവനാണ്? ദൈവകൃപയുടെ അനുഗ്രഹം നിറഞ്ഞവനാണ്. അതുകൊണ്ട് ദൈവകൃപയുടെ അനുഗ്രഹവും ദൈവകൃപയുടെ നിറവും അനുഭവിച്ച മനുഷ്യൻ, പക്ഷേ ഇതാ യാക്കോബ് നദീതീരത്ത് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ പറയാണ്, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അല്ലേ? ഇത്രയും അനുഗ്രഹിച്ചതാണ്. പക്ഷെ എന്ത് പറ്റി? ഒരു വ്യാഴവട്ടക്കാലം നമ്മൾ പരിശോധിക്കണം. ഇതാ ഈ ദൈവകൃപയിൽ നിറഞ്ഞവൻ എന്ത് പറ്റി? ഒന്നാമത്, ഇതാ ഒരു ദിവസം സായങ്കാലത്തെ ചേട്ടൻ വെളിയിൽ നിന്നും തിരികെ വരികയാണ്. തിരികെ വരുമ്പോൾ വിശന്നു വന്നതായ ജ്യേഷ്ഠൻ അനിയനോട് ചോദിക്കുന്നു, എനിക്ക് വിശപ്പിനൽപ്പം പായസം തരാം. വിശപ്പിനൽപ്പം പായസം. വളരെ ലളിതമായി പറഞ്ഞാൽ വിശപ്പിന് ആഹാരം ചോദിച്ചു. കൊടുത്തത് എന്താണ്? പായസം കൊടുത്തു. പായസം കൊടുത്തത് റിട്രീറ്റ് ആണെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. പായസം കൊടുത്തത് എങ്ങനെയാണ് ആ പായസത്തിന്റെ ഒരു കോംപ്രമൈസിൽ എത്തിയത്? അപ്പോൾ യാക്കോബ് പറയാണ്, ഞാൻ പായസം തരാം, ഞാൻ ഭക്ഷണം തരാം, ഒറ്റ കാര്യമുള്ളൂ, നിന്റെ ജ്യേഷ്ഠ എനിക്ക് വിൽക്കുക. അതുകൊണ്ട് അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. യാക്കോബ് പറയാണ്, ഏശാവേ, നീ സമർത്ഥനാണ്, നീ വേട്ടക്കാരനാണ്, നീ വനസഞ്ചാരിയാണ്. ഒരു വിധത്തിൽ വീടിന് പുറത്ത് 4 ആൾ അറിയുന്നത് ആരെയാണ്? നിന്നെയാണ്. ഞാൻ അമ്മയുടെ സാരിത്വം പിടിച്ച് ഇങ്ങനെ കറങ്ങി വീടിനകത്ത് നടക്കണം. ഇങ്ങനെ നടത്താൻ വയ്യ. ഐ വാണ്ട് ടു ഗോ അവേ. നമ്മുടെ പിള്ളേരെല്ലാം പറയുന്ന ചോദ്യങ്ങളാണ്. ഐ വാണ്ട് ടു ഇങ്ങനെ പുറത്ത് നടക്കണം, സ്ട്രെയിഞ്ചറായിട്ട് കറങ്ങി നടക്കണം. അതുകൊണ്ട് എനിക്ക് വീടിന് പുറത്ത് പോകണം. വീടിന് പുറത്ത് പോകണമെങ്കിൽ ആ കാലത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, നീ നിനക്ക് ജ്യേഷ്ഠാവകാശം കിട്ടണം. അതുകൊണ്ട് പറയുകയാണ്, അല്ലേ, പായസത്തിന് വില പേശി ഇതാ ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുകയാണ്. ഞാൻ പറയും, ദൈവകൃപയുണ്ടായിരുന്നവൻ ദൈവകൃപയുടെ കൂട്ടായ്മ തകർക്കുകയാണ്. എന്തുകൊണ്ട് യാക്കോബിന്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു? ദൈവകൃപയുടെ കൂട്ടായ്മ യാക്കോബ് അന്ന് തകർത്തു. സ്വന്തം സഹോദരനോടുള്ള കൃപയുടെ കൂട്ടായ്മ. ഓരോ ജീവിതത്തിന്റെ ബന്ധങ്ങളും എപ്പോഴും കൃപയിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. വിതൗട്ട് ഗ്രേസ് നോ റിലേഷൻഷിപ്പ് ക്യാൻ ബി ബിൽഡ് എന്നാണ് പറയുന്നത്. ദൈവകൃപയില്ലാതെ ഒരു ബന്ധങ്ങളും സൃഷ്ടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വിവാഹ ശുശ്രൂഷ കൂദാശയാണ്. വിവാഹ ശുശ്രൂഷ എന്താണ്? കൂദാശ. മാരേജ് ഈസ് എ സാക്രമെന്റ്. എന്തുകൊണ്ടാണ് സാക്രമെന്റ് ആകുന്നത്? unless and until there is no grace you cannot build a relationship. ദൈവ കൃപയില്ലെങ്കിൽ നിനക്ക് എന്ത് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല? ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരെ, പെണ്ണിനെയും ചെറുക്കനെ കൈ പിടിപ്പിക്കും. അല്ലേ? കൈ പിടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? എനിക്കറിയാം, നിങ്ങളുടെ അച്ഛൻ ഈ കാര്യമൊക്കെ നല്ലതായിട്ട് പഠിപ്പിക്കുന്നതാണ്. ആരാധനയെ കുറിച്ചും കൂദാശയെ കുറിച്ചും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സഭയിലെ വളരെ നല്ല ഒരു അച്ഛനാണ്. കാരണം അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം വളരെ പെട്ടെന്ന് വരും. എന്തുകൊണ്ടാണ് കൈ പിടിപ്പിക്കുന്നത്? അല്ലെ, കൈ പിടിപ്പിക്കും അച്ഛനോ കാർമ്മികരായ ആളുകൾ എന്ത് ചെയ്യും? കുഴപ്പമില്ല, വിഷമിക്കേണ്ട, അടുത്ത കല്യാണത്തിന് ശ്രദ്ധിച്ചാൽ. എന്താണ് ചെയ്യുന്നത്? ചെറുക്കനെയും പെണ്ണിനെയും കൈ പിടിപ്പിക്കുമ്പോൾ at the same time the celebrant reads the gospel. വേറെ പുസ്തകം അല്ലേ? പുസ്തകം തുറന്നിട്ട് വരുന്നു. അനന്തരം ഈശോ തമ്പുരാൻ യഹൂദയുടെ അതിർത്തിയിൽ നിന്നും ഇങ്ങനെ എഴുന്നള്ളി. അപ്പോൾ പരീശന്മാർ വന്ന് ചോദിച്ചു, യാതൊരു കാരണത്താലെങ്കിലും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമാണ്? അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, ആദിയിൽ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു എന്നും ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവസാനം പറഞ്ഞു, അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ ഓർമ്മിരിക്കുന്നത്. പണ്ട് ഒരു കല്യാണത്തിന് ഒരു മനുഷ്യൻ പങ്കെടുക്കുന്നു, ചെറുപ്പക്കാരൻ പങ്കെടുക്കുകയാണ്. ഒരു ഹൈന്ദവനാണ്, ഹിന്ദുവാണ്. ഹിന്ദു ആയിരിക്കുമ്പോഴും അവന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഒരു ക്രിസ്ത്യാനിയാണ്, മർത്തമക്കാരനാണ്. അതുകൊണ്ട് കല്യാണത്തിന് വരുന്നിരിക്കും. കല്യാണത്തിന് ഫ്രണ്ടി വന്നിരുന്നു. കാരണം ഈ ബെസ്റ്റ് ഫ്രണ്ടായ മർത്തമക്കാരൻ പറഞ്ഞാൽ, നീ ഫ്രണ്ടി വേണം, ഞാൻ കെട്ടുന്ന സമയത്ത് നിന്നെ ഇടയ്ക്കൊന്ന് നോക്കിയാൽ എനിക്ക് അല്പം ധൈര്യം കിട്ടും, അതുകൊണ്ട് നീ ഫ്രണ്ടി വന്നിരിക്കും. അതുകൊണ്ട് ഇവൻ ഫ്രണ്ടിൽ പോയിരുന്നു. തൊട്ടപ്പുറത്ത് 2 അംഗന്മാരിൽക്കൊണ്ട് പ്രായമുള്ള ആളുകളാണ്, പള്ളിയിലെ പല കാര്യങ്ങൾ അറിയാവുന്നവരാണ്. ഇങ്ങനെ പല കാര്യങ്ങളും തുടങ്ങി, ആരാധന തുടങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര
അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൈപിടിപ്പിച്ചു. ഈ ചെറുപ്പക്കാരന് വലിയ ചോദ്യം. അടുത്തിരുന്ന അങ്കിൾ ഏതായാലും അറിയാവുന്ന ആളാണല്ലോ, അങ്കിളിനോട് ചോദിച്ചു, അങ്കിളെ എന്താണ് ഇതിന്റെ കാര്യം, എന്താണ് കൈപിടിപ്പിക്കും? അണ്ണേ പറഞ്ഞു, എടാ മോനെ, നിനക്കൊന്നും അറിയത്തില്ലയോ? ഇല്ല. അവന്റെ പേര് നാളും ഒക്കെ ചോദിച്ചപ്പോഴാണ് നീന്തു വരും. ഇത് സാധാരണ നീ ടി വി കണ്ടിട്ടില്ല, കുൻഫു കരാട്ടൊക്കെ തുടങ്ങുന്ന കൈപിടിപ്പിക്കാറ്. അത്ര ചെറിയ എന്തിനാ കൈപിടിപ്പിച്ചത്? ആർക്ക് വേണ്ടിയാണ് കൈപിടിപ്പിച്ചത്? എന്തിനാണ് കയ്യസൂരി കൊടുക്കുന്നത്? ഒന്നും പറയാതെ നമ്മളിങ്ങനെ വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുന്നത് ഇതിനൊന്നും അർത്ഥമില്ല, there is no value in this rituals എന്ന് പറഞ്ഞു വെക്കാറ്. പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്നു ഇതാ കൂട്ടായ്മയുടെ ബന്ധമാണ് ഇതിന്റെ എല്ലാം പ്രതീകം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ രണ്ടാം ഭാഗം തുടങ്ങുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയാണ്, മിശിഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനം സർവ്വദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കട്ടെ. കർത്താവേ, നിന്റെ സമാധാനം ഇല്ലെങ്കിൽ എന്ത് ബന്ധം, നിന്റെ കൃപയില്ലെങ്കിൽ എന്ത് ബന്ധം? അതുകൊണ്ട് ഇതാ യാക്കോബ് ആ ദിവസം വിലപേശി ഈ ദൈവകൃപയുടെ കൂട്ടായ്മ തകർത്ത് കൊടുത്തു. അതാണ് യാക്കോബിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ പരാജയം. രണ്ട്, ചില ദിവസങ്ങൾ കഴിഞ്ഞു യാക്കോബിന്റെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷ ഉണ്ടാവുകയാണ്. പിതാവായ ഇസഹാക്ക് ഏശാവിനോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ആ കാലത്ത് ആ ഇസ്രായേൽ സമൂഹത്തിന്റെ പാരമ്പര്യങ്ങൾക്കുള്ളിൽ മരിക്കുന്നതിന് മുമ്പ് അനുഗ്രഹങ്ങൾ രണ്ട് മക്കൾ ഉള്ള മക്കളുമായി പങ്കുവയ്ക്കാം. അപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേട്ടയിറച്ചി കൊണ്ടുതരണം. നമുക്കറിയാവുന്ന ഒരു കഥയാണ്, വളരെ സിമ്പിൾ സ്റ്റോറിയാണ്. ഇത് വേട്ടയിറച്ചിയുമായി പോകാൻ വേണ്ടി ഒരുക്കത്തോടെ ഏശാവ് പോയി. പക്ഷേ ഈ പറയുന്നത് ഏശാവിനോട് പറഞ്ഞത് ആര് കേട്ടു? ആര് കേട്ടു? അമ്മ കേട്ടു. ആരുടെ അമ്മ കേട്ടു? യാക്കോബിന്റെ അമ്മ. ഈ യാക്കോബിന്റെ അമ്മയും ഇസാഖും തമ്മിൽ എന്നാ ബന്ധം? വലിയ ബന്ധമില്ല. ഭാര്യയാണ് അല്ലേ? ഇസഹാക്കിന്റെ ഭാര്യയാണ് ഈ പറയുന്നതായ യാക്കോബിന്റെ അമ്മ. യാക്കോബിന്റെ അമ്മ യാക്കോബിനോട് പറഞ്ഞു, എടാ മോനെ, ഇങ്ങനെ പിതാവ് ഒരു പദ്ധതി ഇടുന്നുണ്ട്, അതുകൊണ്ട് ഡബിൾ ആണ് ഈ സമയത്ത് നിനക്ക് അടിക്കുന്നത്, ലോട്ടറിയാണ്. കാരണം എന്താണ്? മൂത്തവന്റെ അനുഗ്രഹം നീ വാങ്ങിച്ചോണം, ഇളവിലും കിട്ടാവുന്നത് നീ വാങ്ങിച്ചോണം. അതുകൊണ്ട് വളരെ ഗൗരവമായ ഒരു ഭവനത്തിനുള്ളിൽ ഒരു ചർച്ച നടന്നു. അതിന്റെ ഫലമായി ഈ യാക്കോബ് പിതാവിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. പിതാവിന് പോയി മുന്നേ നിന്നുകൊണ്ട് യാക്കോബ് പിതാവിനോട് പറയും, അപ്പ ഞാൻ വന്നിരിക്കുന്നു. എന്തുവേണ്ടി വന്നിരിക്കുന്നു? വേട്ടയിറച്ചിയുമായി. ശബ്ദം കേട്ടപ്പോൾ ഇസഹാക്കിനാകെ കൺഫ്യൂഷൻ അല്ലേ? ഇവന്റെ ശബ്ദം കേട്ടിട്ട് എങ്ങനെ ഇരിക്കുന്നു? യാക്കോബിനെ പോലെ ഇരിക്കുന്നു. പക്ഷേ തൊട്ടു നോക്കിയപ്പോൾ ആരെ പോലെ ഇരിക്കുന്നു? ഏശാവിനെ പോലെ. ഏതായാലും യാക്കോബ് മിമിക്രിക്കാരനല്ല, എന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. മിമിക്രിക്കാരനായ ശബ്ദമാണ് ഇമിറ്റേറ്റ് ചെയ്തത്. ഇതാ യാക്കോബിന്റെ മുമ്പിൽ, യാക്കോബ് ഇസ്ഹാക്കിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ശബ്ദം ഒന്നാണെങ്കിലും സ്പർശനത്തിൽ സ്കിന്നിന്റെ ടെക്സ്റ്റ് നോക്കിയപ്പോൾ വ്യത്യസ്തമാണ്. പക്ഷെ എങ്ങനെയോ അന്ധനായി ഈ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. പക്ഷെ യാക്കോബിന്റെ ജീവിതത്തിലെ പരാജയമില്ല. രണ്ടാമത്തെ പരാജയം എന്താണ്? പൊരുത്തക്കേടുകളാണ് യാക്കോബിന്റെ ജീവിതം. വളരെ ഭക്തനാണ്, പക്ഷെ വളരെ പൊരുത്തക്കേട്. ജീവിതത്തിലെ പറച്ചിലൊന്നാണ്, പ്രവൃത്തി മറ്റൊന്നാണ്. വളരെ കോൺട്രഡിക്ടറി ലൈഫാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ കാലത്ത് യേശുക്രിസ്തു വളരെ ശക്തമായി പരീക്ഷന്മാരോടും ശാസ്ത്രിമാരോടും പറയുന്നത്, ഈ പൊരുത്തക്കേടുകൾ കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അയ്യോ, പരീക്ഷന്മാരും ശാസ്ത്രിമാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. കാരണം എന്താണ്? ഈ പൊരുത്തക്കേടുകളാണ് ജീവിതത്തിൽ. പൊരുത്തക്കേടുകൾ തുറന്നു പറയാതെ വേദപുസ്തകം പറയുന്നു, ഏതാണ്ട് ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അതുകൊണ്ട് എത്ര നാൾ മറച്ചു വയ്ക്കും? ദാവീദേ, നീ എത്ര നാൾ നിന്റെ പാപം മറച്ചു വയ്ക്കും? നാഥാൻ എന്ന് പറയുന്ന സാധുവായ പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിനുള്ളിൽ ചെല്ലുകയാണ്. ചെന്നിട്ട് പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ. അതുവരെ മാത്രമേ ദാവീദിന് അത് മറച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. ഈ മനുഷ്യൻ, ഇതാ ദൈവം വിരൽ ചൂണ്ടിയ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാഥാൻ പ്രവാചകൻ ദാവീദിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ദാവീദ് മടങ്ങിപ്പോകുന്നത് യാഗപീഠത്തിന്റെ അരികിലേക്കാണ്. യാഗപീഠത്തിന്റെ അരികിലേക്ക് ചെന്നിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അനുതാപത്തിന്റെ മസമൂർ എന്ന് പറയുന്നത്. അനുതാപത്തിന്റെ മസമൂർ. യഹോവേ, നിന്റെ കൃപയിൽ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്റെ കരുണയുടെ ബോധ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എത്ര നാൾ പൊരുത്തക്കേടുകൾ കൊണ്ട് ജീവിക്കും? യാക്കോബ് ആ രാത്രി എണ്ണുകയാണ്, കർത്താവേ, ദൈവകൃപയുടെ കൂട്ടായ്മ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ സഹോദരനുമായി മുറിച്ചത്, എന്റെ അപ്പനെ കബളിപ്പിച്ചതല്ല, എന്റെ ഉള്ളിൽ തന്നെ ഒരിക്കൽ പോലും എത്തിപ്പറ്റാൻ പറ്റാത്ത രണ്ട് അച്ചാരങ്ങളിൽ, രണ്ട് ധ്രുവങ്ങളിലായ എന്റെ ജീവിതം. യാതൊരു പൊരുത്തവും എന്റെ ജീവിതത്തിലില്ല. മൂന്നാമത്
ഈ യാക്കോബ് ഓടിപ്പോവുകയാണ്, സ്വന്തം വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു ദൃശ്യമുണ്ട്. ഒരു രാത്രി യാക്കോബ് കടന്നുറങ്ങുകയാണ്. യാക്കോബ് രാത്രി കടന്നുറങ്ങി. ഉറങ്ങിയപ്പോൾ മനോഹരമായ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഇതാ ദൈവദൂതന്മാർ ഈ കോവേണി, സ്വർഗത്തോളം വെച്ചിരിക്കുന്ന കോവേണിയിൽ കൂടെ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് യാക്കോബ് സ്വപ്നം കാണുകയും. പക്ഷെ രാത്രിയിൽ ദൈവം പറഞ്ഞു, യാക്കോബേ, ഞാൻ നിന്റെ അപ്പനായ അബ്രഹാമിന്റെയും നിന്റെ അപ്പനായ ഇസഹാക്കിന്റെയും ദൈവമാണ്. ഞാൻ നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയിരിക്കും എന്നൊക്കെ പറയുകയാണ്. ഈ വാഗ്ദത്തത്താൽ യാക്കോബിനെ ദൈവം സന്ദർശിച്ചു. പക്ഷെ യാക്കോബ് മടങ്ങി വന്നില്ല. യാക്കോബ് സ്വന്തം ഇഷ്ടത്തിന് പോകും. ഞാൻ പറയും, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം എല്ലായ്പ്പോഴും മനുഷ്യനെ കൺഫ്രണ്ട് ചെയ്യാറുണ്ട്. ജീവിതത്തിൽ തിരുത്താൻ ദൈവം അവസരം കൊടുക്കുകയാണ്. ഈ യാക്കോബിനെ ആ രാത്രിയിൽ ദൈവം സ്വപ്നത്തിലൂടെ യാക്കോബിനെ സന്ദർശിച്ചു പറയുകയാണ്, നിന്റെ പിതാവിന്റെ അടുക്കലേക്ക്, നിന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകാൻ ഒരു മടങ്ങി വരവിനുള്ള ആഹ്വാനം ദൈവം കൊടുത്തപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ പോയി തിരിച്ചു വന്നാൽ, ഇഫ് ഐ become a successful, ഞാൻ ജയിച്ചാൽ മടങ്ങി വന്ന് നിനക്ക് എന്ത് പണിതോളം ഇവിടെ ഒരു യാഗപീഠം പണിതോളം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവം സന്ദർശിക്കുമ്പോൾ ദൈവത്തിന്റെ സന്ദർശനത്തെ ശ്രദ്ധിക്കും. ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ സന്ദർശിക്കുന്നവനാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ഗോഡ്സ് വിസിറ്റേഷൻ അല്ലേ? ക്രിസ്മസ് ദൈവം ഭൂമിയെ സന്ദർശിച്ച സുദിനമാണെന്ന് പറയുന്നത് ക്രിസ്മസ്. ദൈവം മനുഷ്യനെ സന്ദർശിച്ചു. ഇതാ ദൈവം മനുഷ്യനെ സന്ദർശിക്കുകയാണ്. ദൈവം എന്നെയും സന്ദർശിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ സന്ദർശിക്കുന്നു. അതുകൊണ്ട് ദൈവം സന്ദർശിക്കുമ്പോൾ ദൈവത്തിന്റെ ആഹ്വാനത്തെ ശ്രദ്ധിക്കണം. ഞാൻ പറയും, യാക്കോബ് ജീവിതത്തിൽ പരാജയപ്പെടാനുണ്ടായ മൂന്നാമത്തെ കാരണം ദൈവിക ആഹ്വാനത്തെ നിരസിച്ചിട്ടുണ്ട്. ദൈവിക ആഹ്വാനം, ദൈവം തന്നെ സന്ദർശിച്ച് മടക്കി വരുത്താനുള്ള ആഹ്വാനം യാക്കോബ് നിരസിക്കുകയാണ്. നിരസിച്ച് യാക്കോബ് സ്വന്തം വഴിക്ക് പോയി. അപ്പോൾ ദൈവകൃപ ഇവിടെ കൂട്ടായ്മ തകർച്ചു. 2, പൊരുത്തക്കേടുകൾ തിരുത്താതെ മുൻപോട്ട് പോയി. 3, ഇവിടെ ഇതാ ദൈവിക ആഹ്വാനം, മടങ്ങി വരുവാനുള്ള വലിയ ദൈവിക ആഹ്വാനം നിരസിക്കുകയാണ്. 4, യാക്കോബിന്റെ ജീവിതത്തിലെ പരാജയം എന്തുകൊണ്ടാണ്? യാക്കോബ് എല്ലാം നേടി. അമ്മ പറഞ്ഞതുപോലെ അഡ്രസ്സും തപ്പിപ്പിടിച്ച് അമ്മാച്ചന്റെ വീട്ടിൽ പോയി താമസം തുടങ്ങി. ഏകദേശം 14 വർഷം ഈ യാക്കോബ് അവിടെ താമസിച്ചു. യാക്കോബിന്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമാണ്. എല്ലാ വിധത്തിലും ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. മക്കളുണ്ടായി, ഭാര്യമാരുണ്ടായി, സമ്പത്തുണ്ടായി, സ്ഥാനമാനങ്ങളുണ്ടായി, സർവ്വതുണ്ടായി. ആ നാട്ടിലെ അറിയപ്പെടുന്നവനായി യാക്കോബ് മാറുകയാണ്. പക്ഷെ യാക്കോബിന്റെ ഉള്ളിൽ ഒന്നില്ല. അതാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. ഞാൻ പറയും, സ്വസ്ഥത നഷ്ടപ്പെട്ട ഓട്ടക്കാരനാണ് യാക്കോബ്. സ്വന്തം വീട്ടിൽ നിന്നും ഓടിപ്പോയവൻ ഇതാ ഈ വീട്ടിൽ നിന്നും ആ രാത്രി ഓടാൻ തുടങ്ങി. അതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, രാത്രിയിൽ അവൻ ഓടാൻ തുടങ്ങി. എല്ലാം കൊണ്ട് ഓടിപ്പോവുകയാണ്. ഭാര്യമാരെ റെഡിയാക്കി നിർത്തി, കുഞ്ഞുങ്ങളോട് പറഞ്ഞു റെഡിയാക്കണം, ഈ രാത്രി നമ്മൾ ഇവിടെ ഓടിപ്പോകും. വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം വീട്ടിൽ നിന്നും അപ്പനെ കബളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തവൻ ഓടി വന്നവനാണ്. ഇവിടെ നിന്നും അവൻ ഓടിപ്പോവുകയാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ യാക്കോബിനും എന്തില്ല? സ്വസ്ഥതയില്ല. സ്വസ്ഥത നഷ്ടപ്പെട്ട ഓട്ടക്കാരൻ. ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ഇതില്ലെങ്കിൽ എന്തിനാണ് ഓടുന്നത്? ഞാൻ പലപ്പോഴും കോട്ടയത്ത് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഈ ചില സമയത്ത് ദീർഘദൂരം യാത്ര കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ വന്ന് ട്രെയിനിൽ ഇറങ്ങി കഴിയുമ്പോൾ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ അതിലേക്കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, വെറും സാധുവായ മനുഷ്യർ കടത്തിനുള്ളിൽ കടന്ന് സുഖമായി ഉറങ്ങാറുണ്ട്. ഞാനിങ്ങനെ അവരെ നോക്കി 2 മിനിറ്റ് നിൽക്കും. എങ്ങനെ ഇവർക്ക് ഉറങ്ങാൻ പറ്റും? ഇവർക്ക് എന്തുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നു? എല്ലാം ഉള്ളവർക്ക് എന്ത് പറ്റുന്നില്ല? ഉറങ്ങാൻ പറ്റുന്നില്ല. പേടിയാണ്. ഇനി എന്തോ ചെയ്യും? 1 തോക്ക് പോലെ, 2 തോക്ക് പോലെ, 3 തോക്ക് വീട്ടിൽ സൂക്ഷിക്കുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? ഭയത്തെ കീഴ്പ്പെടുത്താൻ. സ്വയം എന്റെയും നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെ ഒരു തോക്ക് കൊണ്ടും നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല, ദൈവബോധം കൊണ്ടല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, സകല ഭയത്തെ പുറത്താക്കുന്നത് തികഞ്ഞ ദൈവഭക്തി. അതുകൊണ്ട് എന്നിലും നിങ്ങളിലും ഒരു ദൈവബോധം ഉണ്ടെങ്കിൽ, ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ, എന്റെയും നിങ്ങളുടെ സൊസൈറ്റിക്കുള്ളിലും ജീവിതത്തിനുള്ളിലുള്ള ഭയപ്പെടുത്തെ കീഴ്പ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് ഒരിക്കൽ പോലും വാളുകൾ കൊണ്ട് ഭയത്തെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല, മറിച്ച് ദൈവവിശ്വാസം കൊണ്ടല്ലാതെ. അതുകൊണ്ട് ഇതാ ഭയത്തിന് കീഴിൽ അടിമപ്പെട്ടവനായ യാക്കോബ് രാത്രി പറയുകയാണ്, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഓടി നടക്കാൻ വയ്യ. ആ രാത്രി ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ അനുഗ്രഹം പുതുവർഷം നമുക്ക് വേണം. ഇവിടെ എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് കർത്താവേ, യാക്കോബിനെ ആ രാത്രി അനുഗ്രഹിച്ച ദൈവമേ, എന്നെ അനുഗ്രഹിക്കണം. എന്തനുഗ്രഹമാണ് യാക്കോബിന് കിട്ടിയത്? വിശുദ്ധൻ എന്നതാണ്. എന്തനുഗ്രഹമാണ് കിട്ടിയത്?
വിശുദ്ധൻ. ഈ രാത്രി നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കും? ഉള്ളിന്റെ ഉള്ളിൽ നിന്നും, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും പ്രാർത്ഥിക്കും, കർത്താവേ, എന്നെയും എന്റെ കുടുംബത്തെയും വിശുദ്ധരാക്കണമേ, എന്നെയും എന്റെ തലമുറയെയും വിശുദ്ധരാക്കണമേ. ബാക്കി എന്തും ഉണ്ടെങ്കിലും എനിക്കിതില്ലെങ്കിൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് എന്നെ വിശുദ്ധരാക്കണമേ. എത്ര പേർ പ്രാർത്ഥിക്കും? യാക്കോബ് ആ രാത്രി പ്രാർത്ഥിച്ചു. ദൈവം യാക്കോബിന്റെ പേര് മാറ്റി. എന്ത് മാറ്റി? പേര് മാറ്റി. എന്താണ് പേര് കൊടുത്തത്? ഇസ്രായേൽ. ഒരു പുണ്യനാമം യാക്കോബിന് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് തന്റെ ലേഖനത്തിൽ 1 പത്രോസ് 2-ാം അധ്യായത്തിൽ പറയുന്നു, മുമ്പേ ജനമല്ലാത്തവനെ ഇപ്പോൾ ദൈവത്തിന്റെ ജനമാക്കി, മുമ്പേ ഇങ്ങനെ അന്ധകാരത്തിൽ കിടന്നവനെ ഇപ്പോൾ ദൈവത്തിൻ്റെതാക്കി മാറ്റി, മുമ്പേ അന്ധകാരത്തിന്റെ ആഴത്തിൽ കിടന്നവൻ ഇപ്പോൾ വെളിച്ചത്തിനായി. അതുകൊണ്ട് യാക്കോബിനെ പോലെ ഞാൻ പറയുന്നത്, പത്രോസ് യാക്കോബിനെ ആയിരിക്കാം ധ്യാനിച്ചത്. അതാണ് രാത്രിയുടെ യാമങ്ങളിൽ യാക്കോബ് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവന്റെ പേര് മാറി. ഞാൻ പറയും, പേര് മാറുക എന്ന് പറഞ്ഞാൽ God transformed the nature of Jacob. യാക്കോബിന്റെ സ്വഭാവമാണ് മാറുന്നത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിന്റെ മാറ്റത്തിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരം എന്താണ്? സ്വഭാവം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദൈവിക സ്വഭാവം ഉള്ളവനെയാണ് വിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. ദൈവിക സ്വഭാവം ഉള്ള അവസ്ഥയിലേക്ക് മാറുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ആ രാത്രിയിൽ യാക്കോബിന്റെ ജീവിതത്തിൽ മാനസാന്തരം സംഭവിച്ചു. ദൈവികമായ ഒരു പേരിനുടമയായി ജീവിതത്തിൽ ദൈവിക സ്വഭാവം. ഇനി നമ്മൾ കാണുന്ന നാല് കാര്യം യാക്കോബിന്റെ ജീവിതത്തിൽ വിശുദ്ധന്മാർ ചെയ്യേണ്ട 4 കാര്യം. നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ എന്ത് ചെയ്യണം? ദൈവികമായ കൃപകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധരാകാൻ അല്ലെങ്കിൽ വിശുദ്ധരായി തീർന്നാൽ 4 കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഇവിടെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യാക്കോബിനെ കുറിച്ച് പറയുകയാണ്. യാക്കോബ് മുൻപോട്ട് പോയി ഏശാവിനെ കണ്ട് 7 തവണ സാഷ്ടാംഗം. ഒന്നാമത് അവനും സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ റെക്കൺസിലിയേഷൻ പ്രവേശിച്ചു. ഇതാ മുറിഞ്ഞുപോയ കൂട്ടായ്മ തുടങ്ങുകയാണ്. മുറിഞ്ഞുപോയ കൂട്ടായ്മ തുടങ്ങുകയാണ്. എങ്ങനെയാണ് യാക്കോബ് ചെയ്തത്? യാക്കോബ് എത്ര തവണ കുമ്പിട്ടു? 7 തവണ. എന്തിനാ 7 തവണ കുമ്പിട്ടത്? വേദവസത്തിൽ ഇങ്ങനെ എഴുതി വന്നപ്പോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ 7 തവണ കുമ്പിട്ടെന്ന് പറഞ്ഞാൽ അത്രമാത്രം യാക്കോബ് യേശാവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അത്രമാത്രം കൃത്യമാവുകയാണ് ആ ബന്ധം. അതിനുവേണ്ടിയാണ് വളരെ ഗാഠമായ ഒരു ബന്ധത്തിലേക്ക് യാക്കോബ് യേശാവുമായിട്ട് പ്രവേശിക്കുകയാണ്. ഞാൻ പറയും, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരിക്കൽ പരീക്ഷന്മാരിൽ നിന്ന് ചോദിച്ചു, എത്ര തവണ ക്ഷമിക്കണം? യേശുവിന്റെ മറുപടി എന്താ? 7. യാക്കോബിനെ യേശു ഓർത്തുക, അല്ലേ? യാക്കോബിനെ ഓർത്തുകയാണ്. ഇവിടെ യാക്കോബ് യേശാവിന് മുമ്പിൽ നിൽക്കുമ്പോൾ 2 കാര്യം യാക്കോബ് പറയുകയാണ്. ഒന്ന്, കർത്താവേ, യജമാനനെ നീ എന്നോട് ക്ഷമിക്കണം, നീ എന്നോട് മറക്കണം. 2 കാര്യങ്ങൾ ചോദിക്കണം. നീ എന്നോട് ക്ഷമിക്കണം, നീ എന്നോട് മറക്കണം. ഓ മാസ്റ്റർ, പ്ലീസ് ഫോർഗീവ് മീ ആൻഡ് ഫോർഗെറ്റ് മൈ ഷോർട്ട്കമിങ്സ്. 2 കാര്യവും ദൈവത്തോട് നമ്മൾ കൺഫസ് ചെയ്യാറുണ്ട്. കർത്താവേ, എന്നോട് നീ ക്ഷമിക്കണം, എന്നോട് നീ മറക്കണം. ഞാൻ പറയും, മനുഷ്യർ ക്ഷമിക്കുകയും മറക്കത്തില്ല, അല്ലേ? നമ്മൾ പറയും, ഞാൻ അവനോട് ക്ഷമിച്ചു, പിന്നെ അവിടെ മാറിക്കഴിയുമ്പോൾ എന്നാലും, അല്ലേ? എന്നാലും എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? മറക്കാറില്ല. അതുകൊണ്ട് ദൈവിക സ്വഭാവമാണ് ക്ഷമിക്കുക, മറക്കുക. Forgive and forget. ഇതാ യജമാനനായി നിൽക്കുന്ന, അപ്പന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ജ്യേഷ്ഠ സഹോദരന് മുമ്പിൽ യാക്കോബ് 7 തവണ സാക്ഷാത്കാരമാണ് പറയുന്നതാണ്. കർത്താവേ, യജമാനനെ നീ എന്നോട് എന്ത് ചെയ്യുക? ക്ഷമിക്കുക, നീ എന്നോട് മറക്കുക. ഞാൻ ചോദിക്കട്ടെ, പുതുവർഷം ബന്ധങ്ങൾ ചെയ്യുക. യാഗപീഠത്തിന് അരികിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോടും പുരുഷാരത്തോടും പറയുകയും, നിങ്ങൾ യാഗപീഠത്തിന് അരികിലേക്ക് വരുമ്പോൾ, യാഗവസ്തുവുമായി വരുമ്പോൾ, വല്ലവനും എന്തെങ്കിലും അവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായ നിങ്ങൾ യാഗവസ്തു അവിടെ വെച്ചേച്ച് പോയി നിരന്നുകൊള്ളണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. അതുകൊണ്ട് പുതുവർഷം നമ്മൾ ഒരു കാര്യം തീരുമാനിക്കാം. കർത്താവേ, ഞങ്ങൾ ആരോടും എന്തിനോടും ഏത് കാരണത്താലെങ്കിലും അകന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഞങ്ങൾ അടുത്ത് നിന്റെ യാഗപീഠത്തിന് അരികിലേക്ക് അടുത്ത് വരുന്നു. നിന്റെ യാഗപീഠത്തിലൂടെ ഞങ്ങളുടെ ബന്ധങ്ങളെ കെട്ടുപണി ചെയ്യുക. യാക്കോബ് തന്റെ ബന്ധങ്ങളെ കെട്ടുപണി ചെയ്തു. 2,
യാക്കോബ് ഏശാവിനോട് പറയുകയാണ്, ഈ ഒട്ടകം, ഈ സമ്പത്ത് എല്ലാം നിന്റെ മുമ്പാകെ നീ എടുത്തുകൊള്ളുക. രണ്ടാമത് പറയാണ്, നീ ഇതെല്ലാം എടുത്തുകൊള്ളുക. വിശുദ്ധന്റെ സ്വഭാവം എന്ന് പറയുന്നത് തൃപ്തനായി പങ്കുവെക്കുന്നവനാണ് വിശുദ്ധൻ. തൃപ്തനായി പങ്കുവെക്കുന്നവനാണ് വിശുദ്ധൻ. ഒന്ന്, ബന്ധങ്ങളെ ശരിയാക്കുന്നവനാണ് വിശുദ്ധനെങ്കിൽ, രണ്ട്, വിശുദ്ധിയുടെ അടയാളം അവൻ തൃപ്തനായി പങ്കുവെക്കുകയാണ്. ഇത്രയും നാളും നേടിയതെല്ലാം ഈ ചേട്ടന്റെ മുമ്പിൽ നിർത്തിയിട്ട് പറയുകയാണ്, നിനക്ക് വേണ്ടിയത് എടുത്തോളുക. നിർബന്ധിച്ച് ഈ ചേട്ടനെ എന്നെ ഏൽപ്പിക്കുകയാണ്. യാക്കോബ് അല്ലേ, കബളിപ്പിച്ചവരാണ്. പണ്ട് ഒരു പായസത്തിന്റെ വില പറഞ്ഞ് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത യാക്കോബ് ഇന്ന് രാത്രി യാബോക്ക് നന്ദിതീരം നീന്തിക്കയറി നിൽക്കുമ്പോൾ, സ്വന്തം ചേട്ടൻ അപ്പന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ, ഈ അപ്പന്റെ മുമ്പിൽ, ചേട്ടന്റെ മുമ്പിൽ പറയുകയാണ്, നിനക്ക് ആവശ്യത്തിന് നീ എടുത്തോ. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഏറ്റവും വിലയുള്ളവനെ കണ്ടിട്ട് നിൽക്കുകയാണ്. ഞാൻ ഏറ്റവും വിലയുള്ളവനെ കണ്ടിട്ട് നിൽക്കുകയാണ്. അവന്റെ മുമ്പിൽ, ഈ വലിയ തേജസ്സിന്റെ മുമ്പിൽ ഇതെല്ലാം ചപ്പും ചവറും. പൗലോസ് അതാണ് പറയുന്നത്. ഈ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ലോകത്തിലെ സർവ്വതും ചപ്പെന്നും ചവറെന്നും ഞാൻ എണ്ണുകയാണ്. അതുകൊണ്ടാണ് യാക്കോബ് പറയുകയാണ്, ഈ വലിയ തേജസ്, ഈ വലിയ നാമം, വിശുദ്ധ നാമം, ഇസ്രായേൽ എന്ന നാമം ഞാൻ പേരുണ്ടെങ്കിൽ ഈ രാത്രി പറയട്ടെ ജ്യേഷ്ഠ, അതിനു മുമ്പിൽ ഇതൊന്നും യാതൊരു വിലയില്ല, നീ എടുത്തോ. പുതുവർഷം തൃപ്തനായി പങ്കുവെക്കാൻ പറ്റുമോ? വിശുദ്ധിയുടെ വലിയ സ്വഭാവമാണ് പങ്കുവെക്കുക. ഞാൻ എൻ്റെ പട്ടത്ത ശുശ്രൂഷയിൽ ഏറ്റവും അധികം ഓർക്കുന്നതായ ഒരു സാധുവായ സ്ത്രീയുണ്ട്. വളരെ സാധുവായ സ്ത്രീ. ഏത് പള്ളിയിലായിരുന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ എന്നും ഞാൻ ഓർക്കാറുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ പരാമർശിക്കാറുണ്ട് പ്രസംഗത്തിൽ. ഈ സാധുവായ സ്ത്രീ, ഞാൻ ഇടവകയിൽ ഒരു മനുഷ്യന്റെ രോഗസംബന്ധമായ കാരണത്തിന് വേണ്ടി ഭീമമായ തുക ആവശ്യം വന്നപ്പോൾ പള്ളിയിൽ പരസ്യം ചെയ്യാതെ ഞാൻ ചില കളക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഈ വീട് കവർ ചെയ്ത് മറ്റൊരു വീട്ടിൽ ഒരു അങ്കിളിനെ കാണാൻ പോയി തിരികെ വരുമ്പോൾ ഈ ആന്റി എന്റെ മുമ്പിൽ എന്നിട്ട് പറഞ്ഞു, അച്ഛാ എവിടെ പോവച്ച? എന്റെ വീട് വിട്ടിട്ട്. ആ വീട്ടിൽ കയറി. എനിക്കറിയാം, ഞാൻ ആ ഇടവകയിൽ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ തന്നെ ഹൗസ് വിസിറ്റിൽ ചെന്നാണ്. എനിക്ക് അന്നെല്ലാം ഹൃദയപൂർവ്വം വേദന തോന്നിയ ഒരു ഭവനമാണ്. കാരണം ഒറ്റമുറി വീടാണ്. ഒരു വലിയ പട്ടണത്തിൽ ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അന്ന് ആദ്യത്തെ വിസിറ്റിന് ആന്റിയോട് ചോദിച്ചു, ആന്റി എവിടെയാണ് കിടക്കുന്നത്? 3 പെട്ടി കാണിച്ചിട്ട് പറഞ്ഞു, 3 പെട്ടിയിലാണ് ഞാനും മക്കളും കിടക്കുന്നത്. കട്ടിൽ പോലുമില്ല സ്വന്തമായിട്ട്. ഞാൻ ചോദിച്ചു, എവിടെയാണ് ഭക്ഷണം കുക്ക് ചെയ്യുന്നത്? ആ മൂലയ്ക്കാണ്. ഒരു മൂല കിച്ചനായിട്ട് മാറ്റിയിരിക്കുക. ആ വീട്ടിലാണ് ഞാൻ ഈ സമയത്ത് കയറി ചെല്ലുന്നത്. അവിടെ ചെന്ന് കുറെ നേരം സംസാരിച്ചു. ഈ ആന്റി ഒരു വളരെ ബ്രീത്തിങ് ട്രബിൾ ഉള്ള അസുഖം, ആസ്മറ്റിക് പേഷ്യന്റ്, വളരെ ചുമച്ച് വർത്തമാനം പറയും. പക്ഷെ ഞാൻ ഇറങ്ങാൻ നേരത്ത് കൂടി വന്നിട്ട് എന്നോട് ഇതിരിക്കട്ടെ അച്ഛൻ, എനിക്കറിയാം അച്ഛൻ എന്തിനാണ് അപ്പുറത്ത് പോയെന്നുള്ളത്. പക്ഷെ ഈ മനുഷ്യനെ സഹായിക്കുന്നത് എൻ്റെ ഒരു ചെറിയ തുകയായിരിക്കും. ഞാൻ മടങ്ങി വന്നു. എൻ്റെ കുപ്പായത്തിന്റെ പോക്കറ്റിലേക്കാണ് ചുരുട്ടിയിട്ടത്. ഞാൻ മടങ്ങി പാഴ്സലിൽ വന്നു. തുറന്നു നോക്കിയപ്പോൾ 300 രൂപയാണ്. ഞാൻ പറയും, എൻ്റെ ആയുസ്സിൽ ശുശ്രൂഷയിൽ ഞാൻ കണ്ട ഏറ്റവും ഘനമേറിയ ഒരു സംഭാവന. തൃപ്തനായി പങ്കുവയ്ക്കാൻ കഴിയും. മക്കളൊന്നും ആയിട്ടില്ല ഈ സാധുവായ സ്ത്രീയുടെ. എങ്ങും ആരും പറന്നു പോയിട്ടില്ല. എല്ലാം സ്വന്തം വീട്ടിലും കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഭർത്താവ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറുപ്പമായി കുഞ്ഞുങ്ങൾ ഉണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ തീരാരോഗിയായി മരണമാണ്. ഞാൻ തിരികെ വരാൻ നേരത്തെ ഇടവകയിൽ നിന്ന് മാറി തിരിച്ചു വരുമ്പോൾ ഞാൻ ആ ആന്റിയോട് ചോദിച്ചു, ഹൗ ക്യാൻ യു ഡു ദിസ്? എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യും? എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയും? എന്നോട് പറഞ്ഞു, എനിക്കറിയില്ല അച്ഛാ, എല്ലാം ദൈവം. എനിക്കറിയത്തില്ല അച്ഛാ, എല്ലാം ദൈവം. എത്രയോ നാളുകളായി ഇല്ലായ്മയെ കുറിച്ച് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വാദവരാതെ പറയുകയാണ്, കർത്താവേ എനിക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പറയാൻ, കർത്താവേ ഇതൊക്കെ തന്നല്ല ദൈവമേ, ഇതൊക്കെ തന്നല്ലേ, ഈ സൗന്ദര്യം തന്നല്ലോ, ഈ ബുദ്ധി തന്നല്ലോ, കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളെ തന്നല്ലോ. തൃപ്തനായി യാക്കോബ് അന്ന് പങ്കുവെച്ചു. അതാണ് വിശുദ്ധിയുടെ. മൂന്നാമതായി യാക്കോബ് 33-ാമത്തെ അധ്യായത്തിന്റെ 17-ാം വാക്യം. 33-ാമത്തെ 17-ാം വാക്യം. യാക്കോബ് സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു, തനിക്ക് ഒരു വീട് പണിതു.
യാക്കോബ് എപ്പോഴാണ് വീട് പണിതത്? ഈ യാത്ര തുടങ്ങിയപ്പോഴാണ് വീട് പണിതത്. വിശുദ്ധൻ വീട് പണിയ. വിശുദ്ധന്റെ ഏക ജോലി വീട് പണിയുക എന്നുള്ളതാണ്. മേശരിക്കാരനാകാനല്ല ഞാൻ പറഞ്ഞു. വിശുദ്ധന്റെ ഏക ജോലി വീട് പണിയുക, ആത്മീയ ഗ്രഹം പണിയെടുക്കുക. പത്രോസ് പറയുന്നുണ്ട്, നമുക്കെല്ലാം ഒറ്റ ശുശ്രൂഷയുള്ളൂ. എന്താണ് ശുശ്രൂഷ? ദൈവത്തിന്റെ ആത്മീയ ഗ്രഹം പണിതെടുക്കുക. ഇവിടെ യാക്കോബ് അന്ന് മുതൽ വീട് പണിത് തുടങ്ങുകയാണ്. യാക്കോബ് നേടിയ നേട്ടങ്ങളെല്ലാം വെക്കാൻ ഒരു വീടല്ല, മറിച്ച് ദൈവത്തോട് സഞ്ചരിക്കുന്ന ഒരു ഭവനം യാക്കോബ് പണിത് തുടങ്ങി. എപ്പോഴാണ്? യാക്കോബ് ഒരു വിശുദ്ധനായ ശേഷം, ദൈവത്തെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് ഒരു വീട് പണി തുടങ്ങിയത്. 20ാമത്തെ വാക്യത്തിൽ, ഈ അധ്യായത്തിന് 20ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ അവിടെ പറയുന്നു, യാക്കോബ് തനിക്ക് ഒരു യാഗപീഠവും പണിതു എന്ന് പറയുകയാണ്. ഒരു വീടും ഒരു യാഗപീഠവും പണിയുന്നതായ മനുഷ്യനായി വിശുദ്ധനായ യാക്കോബ് മാറുകയാണ്. വിശുദ്ധിയുടെ അടയാളം എന്ന് പറയുന്നത് വീട് പണിയുക എന്നുള്ളതാണ്. വിശുദ്ധിയുടെ അടയാളം എന്ന് പറയുന്നത് വീടിനെ യാഗപീഠവുമായി ബന്ധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, if there is no altar, that home is not a home എന്ന് പറയാറുണ്ട്. വീട് ഒരു വീടായി തീരുന്നത് ആ വീട്ടിൽ ഒരു യാഗപീഠം കൂടെ ചേർക്കപ്പെടുമ്പോഴാണ്. പലതും ചേർത്ത് വെച്ച് ഒരു വീടുണ്ടാക്കാനുള്ള ശ്രമത്തിൽ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വീട് തന്നെയാണ്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, വീടാകുന്നത് പലപ്പോഴും ഈ യാഗപീഠം, ദൈവികമായ യാഗപീഠവുമായി ബന്ധിപ്പിക്കുന്നതായി യാക്കോബ് അന്ന് മുതൽ വീട് പണിത് തുടങ്ങുകയാണ്. വീട് ഒരു ആത്മീയ ശുശ്രൂഷയാണ്, വീട് പണിയുക. എബ്രായ ലേഖനം 11ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അനന്തരം നോഹ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി എന്ത് പണിതു? ഒരു പെട്ടകം പണിതു. ഞാൻ വിശ്വസിക്കുന്നു, നോഹ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു, മഴ വരുന്നേ, മഴ വരുന്നേ, അല്ലെ? എത്രയോ നാളുകളായി ഈ നോഹ എന്ന് പറയുന്ന പ്രായമായ അപ്പച്ചൻ വിളിച്ചു പറയുകയാണ്, മഴ വരുന്നേ, മഴ വരുന്നേ. അവിടുത്തെ ആളുകൾ പറഞ്ഞു, അയ്യോ പലതും വരുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് മാത്രം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പ്രായമായ മനുഷ്യൻ എന്ത് പറ്റി? ഇത് വരാൻ പോകുന്നില്ല. പക്ഷെ കേട്ടതാണ് ആരാണ്? മഴ വരുന്നേ, മഴ വരുന്നേ എന്ന് പറയുന്ന നോഹയുടെ പ്രസംഗം കേട്ടത് കഴുതയാണ്. മഴ വരുന്നേ, മഴ വരുന്നേ എന്ന് പറയുന്ന നോഹയുടെ പ്രസംഗം കേട്ട കുതിരയാണ്. മൃഗങ്ങൾ കേട്ടു, അവരൊക്കെ ഇതിനുള്ളിൽ കയറി, പെട്ടകത്തിനുള്ളിൽ കയറി. മനുഷ്യൻ മാത്രം കേട്ടില്ല. മനുഷ്യൻ മാത്രം കേട്ടില്ല. അതുകൊണ്ടാണ് യെരൂശലേം പുത്രിമാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവയും. കാരണം നിങ്ങൾ കരഞ്ഞില്ലെങ്കിലും ഇവിടുത്തെ ഈ കല്ലുകൾ ആർക്കും, കല്ലുകൾക്കും മൃഗങ്ങൾക്കും കാതുകളുണ്ട്. അവരൊക്കെ കേട്ടു. നോഹ പറഞ്ഞത് അവരെല്ലാം പ്രവേശിച്ചു. കേട്ട കാതുകളുള്ള വലിയ ചെവി ഉണ്ടായിരുന്ന മനുഷ്യൻ മാത്രം ശ്രദ്ധിച്ചില്ല. ഈ പടുകളവൻ എന്തോ പൊട്ടത്തരം പറയുന്നത് വിചാരിച്ച് അവർ ജീവിച്ചു. പക്ഷേ വേദപുസ്തകത്തിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ എബ്രായ ലേഖനം എഴുതിയ ഭക്തൻ പറഞ്ഞു, കുടുംബത്തിന്റെ രക്ഷയ്ക്കായി, സമൂഹത്തിന്റെ വിടുതലിനായി നോഹ ഒരു പെട്ടകം പണിതു. 2012 വിട ചൊല്ലാൻ ചില ദിവസങ്ങളുള്ളപ്പോൾ എന്ത് പണിതു നമ്മൾ? എന്തിനു വേണ്ടി ഓടി? എന്തിനു വേണ്ടി അധ്വാനിച്ചു? എന്തിനു വേണ്ടി ഉറക്കം ഉളച്ചു? എന്തിനു വേണ്ടി കരഞ്ഞു? എന്തിനു വേണ്ടി പള്ളിയിൽ പോയി? എന്താണ് പണിതത്? എന്താണ് പണിതത്? എന്ത് പണിയാനുള്ള ശ്രമത്തിലായിരുന്നു നമ്മൾ? അല്ലയോ പുരുഷന്മാരെ, പുരുഷാരനെ, ശിഷ്യന്മാരെ, വീട് പണിയുന്നവൻ ഇതാ പാറമേൽ പണിയട്ടെ. പാറമേൽ വീട് പണിയട്ടെ. വൻമഴ ചൊരിയത്തില്ല എന്ന് പറഞ്ഞു. കാറ്റടിക്കും, പക്ഷേ തകരുകയും. വൻമഴ ചൊരിയാതെ കാറ്റടിക്കാത്ത ഒരു വീടിനെ കുറിച്ചല്ല വേദപുസ്തകം പറയുന്നു. വേദപുസ്തകം പറയുന്നു, ഈ വീട്ടിൽ കാറ്റടിക്കും, കോളുകൾ ഉണ്ടാകും, നഷ്ടങ്ങൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും, മരണം ഈ വീട്ടിൽ കയറി വരും. എന്നാൽ ആ വീട്ടിൽ കുലുങ്ങാതെ നിൽക്കുകയാണ്. കാരണം യാഗപീഠമുണ്ട്. യാഗപീഠമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തകർന്നു പോകാത്ത വീട് പണിത് തുടങ്ങിയ മനുഷ്യനാണ് യാക്കോബ്. യാക്കോബ് അതുകൊണ്ട് വിശുദ്ധനായി. വിശുദ്ധൻ വീട് പണിയണം, വിശുദ്ധൻ യാഗപീഠവും പണിയുന്നവനാണ്. ഈ യാക്കോബിന്റെ ജീവിതത്തിൽ പിന്നീടുള്ള നാളുകൾ ഒരു വിധത്തിൽ ഒരു ദുരന്ത ജീവിതം, അല്ലെ? എല്ലാം ഉണ്ടായിരുന്നവൻ, ജ്യേഷ്ഠനെല്ലാം കൊടുത്തു, വീട് കൊടുത്തു. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടായി, ക്ഷാമം ഉണ്ടായി, അല്ലെ? ഭക്തന്റെ വീട്ടിൽ ക്ഷാമം, ഭക്തന്റെ നാട്ടിൽ ക്ഷാമം, കഴിക്കാൻ ആഹാരമില്ല. അവസാനം മൈഗ്രേറ്റ് ചെയ്യുകയാണ്. എങ്ങോട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? ഈജിപ്തിലേക്ക്. ഈജിപ്തിൽ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഓർക്കണം, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായത്തിൽ മൈഗ്രേറ്റ് ചെയ്ത യാക്കോബ് ഈജിപ്തിൽ എത്തുകയാണ്.
ഇസ്രായേലിലെത്തി. ആദ്യം പോയി ചെന്ന് കാണുന്നത് ഫറവോനെയാണ്, ചക്രവർത്തിയാണ്. കണ്ടപ്പോൾ യാക്കോബ് കൈനീട്ടി ഫറവോനെ അനുഗ്രഹിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ വിഷയം കൈനീട്ടി എന്ത് ചെയ്തു? ഫറവോനെ ആര് അനുഗ്രഹിച്ചു? വിശുദ്ധൻ ദേശത്തിന് അനുഗ്രഹം, വിശുദ്ധൻ നാടിന് അനുഗ്രഹമാണ്. യാക്കോബ് പട്ടിണിക്കാരനാണെങ്കിലും അനുഗ്രഹിക്കാനുള്ള ഒരു കോൺസിക്രേഷൻ ആർക്ക് കിട്ടിയിട്ടുണ്ട്? യാക്കോബിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയും, ജേക്കബ് എ കോൺസിക്രേറ്റഡ് മാൻ അല്ലേ? യാക്കോബ് ഒരു ഈ അനുഗ്രഹിക്കാനുള്ള വരം കിട്ടിയത്. വല്ല കയ്യിലുണ്ടോ? എങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്? എന്തിനാ വന്നത്? വിശപ്പടക്കി ചാകാതിരിക്കാൻ വന്നവനാണ്. പക്ഷെ പട്ടിണിക്കാരൻ ആരെ അനുഗ്രഹിക്കുകയാണ്? ചക്രവർത്തി അനുഗ്രഹിക്കുകയാണ്. ഇന്ന് നിറഞ്ഞ വയറോടുകൂടെ പോലും നമുക്കൊരു മനുഷ്യനെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? എത്ര ഭക്ഷിച്ചിട്ടും മനസ്സ് തുറന്ന ഒരാളെ അനുഗ്രഹിക്കാൻ പറ്റും? കുഞ്ഞുങ്ങളെയും നാടിനെയും ദേശക്കാരെയും ഞാൻ പറയും, കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ നിങ്ങൾ പറയണം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മനസ്സ് തുറന്ന് പറയണം. എന്ത് പറയണം? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളോട് പറയേണ്ട വാചകം അതാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി വരട്ടെ എന്തെല്ലാം ശാസനകൾ ശിക്ഷകൾ കൊടുക്കും. പക്ഷെ എന്തെങ്കിലും പറയുമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്റെ ശുശ്രൂഷയിൽ എനിക്ക് ലഭിച്ച വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് എന്റെ പൂർവ്വ മാതാപിതാക്കളുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയത്. ഒരു സമ്പത്തും തന്നില്ല, പക്ഷെ മരണക്കിടക്കയിൽ അവരെന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കുക. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതിൽ കൂടുതൽ എന്ത് വേണം? പ്രിയപ്പെട്ടവരെ, യാക്കോബ് നാട്ടിൽ ചെന്നു. പട്ടിണിക്കാരൻ, കൈവശമൊന്നുമില്ല, പ്രാഗൽഭ്യമൊന്നുമില്ല, പഴയ പോലെ വീറും വാശിയും യാക്കോബിന്റെ ജീവിതത്തിൽ പറയാൻ പാരമ്പര്യമൊന്നുമില്ല. പട്ടിണിക്കാരനായ മനുഷ്യൻ, പക്ഷെ അനുഗ്രഹിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ? ചക്രവർത്തിയെ. ആ നാട്ടു രാജാവിനെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പറയും, യാക്കോബ് ഫറവോനേക്കാൾ വലിയവനാവുകയാണ്. അനുഗ്രഹിക്കുന്നവനാണ് വലിയവൻ, അനുഗ്രഹം വാങ്ങിക്കുന്നവനേക്കാൾ. ഇതാ യാക്കോബ് ഫറവോനേക്കാൾ വലിയവനാവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം, ശ്രദ്ധയോടെ വായിക്കാം. ജെനസിസ് 53. മിസ്രൈമ്യർ അവനെ കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. ആരെ കുറിച്ച്? യാക്കോബ്. മിസ്രൈമിൽ വന്നിട്ട് യാക്കോബ് ജീവിച്ചത് വളരെ ചുരുങ്ങിയ നാളുകളിൽ, കുറച്ച് നാളെ ജീവിച്ചു. യാക്കോബിന്റെ ജീവിതത്തിലെ ഭൂരിപക്ഷം നാളുകളും ഇസ്രായേലിന് പുറത്ത് ജീവിച്ച മനുഷ്യനാണ്. എന്നാൽ ഈജിപ്തിൽ വളരെ കുറച്ച് നാളെ ജീവിച്ചുള്ളൂ. പക്ഷെ മരിച്ചപ്പോൾ വേദപുസ്തകത്തിൽ വായിച്ചു, 70 ദിവസം ഈജിപ്തിൽ പതാക താഴ്ത്തി കിട്ടി. ഈജിപ്തിൽ 70 ദിവസം ദുഃഖാചരണം ഉണ്ടായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുഃഖാചരണം ഈജിപ്തുകാർ കൊടുത്തത് യാക്കോബിനാണെന്നാണ് പറയുന്നത്. എന്തിനാണെന്നറിയാമോ? ബിക്കോസ് ഇവിടെ മരിച്ചത് ഒരു വിശുദ്ധൻ. അതുകൊണ്ട് മരിച്ചത് ഒരു സാധാരണ മനുഷ്യനല്ല, മറിച്ച് ആരാണ്? ഒരു വിശുദ്ധൻ മരിച്ചത് കൊണ്ട് ആ നാട് തേലുകയാണ്. യാക്കോബ് മരിച്ചത് സമ്പന്നനായിട്ടല്ല, മരിച്ചത് വിശുദ്ധനായിട്ട്. യാക്കോബ് മരിച്ചത് പദവികളോടുകൂടെയല്ല. പട്ടിണിക്കാരൻ വിശപ്പടക്കാൻ സ്വന്തം പുത്രൻ ഇളയവൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഓടി വന്നവനാണ്. പക്ഷെ മരിച്ചപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വിലാപം യാക്കോബിന് കിട്ടിയെങ്കിൽ ദൈവസന്നിധിയിൽ യാക്കോബ് വിശുദ്ധനായി ഉയർന്നതിന്റെ ഏറ്റവും വലിയ സൂചകമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധനായ ലോകം നമ്മെ മാനിക്കും. ഇന്നും ഞാൻ പറയും, ലോകത്തിന് ആരെ വേണം? വിശുദ്ധരെ. ലോകത്തിൽ നിന്നും വിശുദ്ധരെ വേണം. ഈ അടുത്ത സമയത്ത് ഒരു ക്രിസ്മസ് കരോൾ സർവീസിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലോകത്തിന് 2 കൂട്ടം ആളുകളെ വേണം. ഒന്ന് വിദ്വാൻമാർ, 2 ഇടയന്മാർ. ഈ 2 കൂട്ടം ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇന്ന് സമൂഹത്തിൽ ഇവർ 2 പേരും. ആരാണ്? വിദ്വാൻമാരും ഇടയന്മാരും. ആരാണ് വിദ്വാൻമാർ? വൈസ് മെൻ ആരാണ്? Those who having right perception and right perspective of knowledge. ശരിയായിട്ട് അറിവിനെ മനസ്സിലാക്കാനുള്ള പെർസെപ്ഷനും പെർസ്പെക്റ്റീവും ഉള്ള ആളുകളെയാണ് വിദ്വാൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള വിദ്വാൻമാരായിരുന്നു യേശുവിന്റെ കാലത്ത്. അതുകൊണ്ടാണ് അവരെന്ത് കണ്ടത്? നക്ഷത്രം. നക്ഷത്രം എത്രയോ പേർ കണ്ടിട്ടുണ്ട്. പക്ഷെ ആര് കണ്ടെത്തി ശരിക്കുള്ള നക്ഷത്രം? വിദ്വാൻമാർ കണ്ടെത്തി. ആകാശത്ത് ഇന്നും നക്ഷത്രമുണ്ട്. എത്ര പേര് കാണുന്നു? ആകാശത്ത് ഇന്നും മാലാഖമാരുണ്ട്. എത്ര പേർ കേൾക്കുന്നു? ഇടയന്മാർ മാത്രമാണ് രാത്രി കേട്ടു. തണുത്ത് വിറങ്ങലിച്ച് കൂടാരത്തിന് വെളിയിൽ പാർത്ത ഭയത്തിൽ
ദൈവിക വൃന്ദൻ പാടുന്നതായ ഗാനം കേട്ടു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കേട്ടത് ഇടയന്മാരാണ്, കണ്ടത് വിദ്വാൻമാരാണ്. രണ്ടുപേരും എത്തി പുൽക്കൂട്ടിന്റെ അരികിൽ, രണ്ടുപേരും എത്തി യേശുവിന്റെ അരികിൽ. ഒരു കൂട്ടർ വണങ്ങി ദൈവത്തെ നമസ്കരിച്ചപ്പോൾ മറുകൂട്ടർ എല്ലാം കണ്ട് അത്ഭുത ചിത്തരായി നിൽക്കുകയാണ്. സഭ എന്ന് പറയുന്നത് വിദ്വാൻമാരും ഇടയരും കൂടെ ചേരുന്നതാണ്. എന്തെന്ന് പറയുന്നത്? സഭ. ഒരിടവകയിൽ രണ്ടേ രണ്ട് കൂട്ടരെ ഉണ്ടായിരിക്കാവൂ. ഏതാണ്? വിദ്വാൻമാരും ഇടയന്മാരും. ഈ വലിയ സംഘത്തെയാണ് വിശുദ്ധർ എന്ന് വിളിക്കുന്നത്. ഈ വലിയ സംഘത്തെയാണ് വിശുദ്ധർ എന്ന് പറയുന്നത്. വെളിപാട് പുസ്തകത്തിൽ പറയും, അതാ നോക്കൂ വിശുദ്ധരുടെ വലിയൊരു സംഘം. യാക്കോബ് മരിച്ചപ്പോൾ വിശുദ്ധനായി മരിച്ചു. യാക്കോബിന്റെ അടക്കത്തിൽ മനോഹരമായ ആളുകൾ പാടി പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞതാണ് ഈ വിശുദ്ധിയുള്ള മനുഷ്യനെ ഓർത്ത്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച മനോഹരമായ പുസ്തകം റോബിൻ ശർമ്മ എന്ന ഒരു ഹൈന്ദവനായ മാനേജ്മെന്റ് ഗുരു എഴുതിയ പുസ്തകമാണ്. റോബിൻ ശർമ്മ. അദ്ദേഹം ആ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ് എന്നെ ക്യാച്ച് ചെയ്തത്. ടൈറ്റിൽ ഇങ്ങനെയാണ്: ഹൂ വിൽ ക്രൈ വെൻ യു വിൽ ഡൈ. നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും? ഹൂ വിൽ ക്രൈ വെൻ യു വിൽ ഡൈ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഈ പുസ്തകം കണ്ടുമുട്ടിയാൽ വാങ്ങിച്ചോ. ഹൂ വിൽ ക്രൈ വെൻ യു വിൽ ഡൈ. ഈ രാത്രി നമ്മൾ മരിക്കുമോ? ഈ രാത്രി മരിച്ചാൽ ആര് കരയും? മരണം ഒരു ധ്യാനമായി സ്വീകരിക്കാറുണ്ട് ജീവിതത്തിൽ. എന്തെങ്കിലും മരണത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഞാൻ മരിക്കും, മരിച്ചാൽ സ്വർഗത്തിൽ പോകും, അതാണ് ഉറപ്പുള്ളത് കൊണ്ട് പിന്നെ മരണത്തെ കുറിച്ച് എന്തിനു ഭയപ്പെടണം? അല്ലേ? നമ്മളെല്ലാം ഏതായാലും എങ്ങോട്ട് പോകാനിരിക്കും? സ്വർഗം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, നമ്മളൊക്കെ പോകുന്ന സ്വർഗം ഒരു സ്വർഗമായിരിക്കും. ഇങ്ങനെ ഒരു സ്വർഗമാണോ? നാളത്തെ യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താണ്? ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. കർത്താവ് സ്ഥലം ഒരുക്കി 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 കുഴഞ്ഞിരിക്കുകയാണ്. കാരണം ഈ പാർട്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സ്വർഗം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? നമ്മൾ മരണം ഒരു ധ്യാനമായി സ്വീകരിക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ചിന്തിക്കണം, ഭാവനയിൽ കാണണം, നമ്മളൊരു ഇവിടെ മരിച്ചു കിടക്കുകയാണെന്ന് ചിന്തിക്കുക. എല്ലാവരും ചിന്തിക്കണം കേട്ടോ. അതിനുള്ള തല്ലോട് ചിന്തിച്ചാൽ നമ്മൾ മരിച്ചു കിടക്കുകയെന്ന് വിചാരിക്കുക. നമ്മുടെ ചുറ്റും ആരായിരിക്കാം സാധാരണഗതി? ആരായിരിക്കും കരയുന്നത്? ഒരാൾ മരിച്ചാൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ, ഭാര്യ മരിച്ചാൽ ഭർത്താവ് കരയും, മക്കൾ കരയും. അങ്ങനെ തീർച്ചയായും എല്ലാവരും കരയും. റോബിൻ ശർമ്മ പറയുന്നു, ഞാൻ പറയുന്നത് ഇതല്ല, ഇതൊക്കെ നാച്ചുറലാണ്. ഈ ലോകത്തിൽ നിങ്ങൾ ജനിച്ചാൽ, ഒരു അമ്മ പെറ്റാൽ, നിങ്ങൾക്കൊരു സഹോദരനുണ്ടെങ്കിൽ, നിങ്ങൾ വിവാഹിതയാണെങ്കിൽ, ഭാര്യയുണ്ടെങ്കിൽ, ഭർത്താവ് ഉണ്ടെങ്കിൽ, മക്കൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ മരണനാഴികയിൽ, മരണക്കിടക്കയിൽ അവരവിടെ കരയും. പക്ഷെ റോബിൻ ശർമ്മ പറയുന്നു, മൂന്നാമതൊരാൾ കരയുമോ നിങ്ങളുടെ മരണത്തിൽ? നിങ്ങളുടെ സ്വന്തക്കാരും ബന്ധക്കാരും ഇല്ലാതെ ഒരാൾ വന്ന് നിങ്ങളുടെ പെട്ടിക്കരികിൽ നിന്നുകൊണ്ട്, ഈ അങ്കിള് കാരണമാണ് ഞാൻ ഇങ്ങനെയായത്, ഈ ആന്റി കാരണമാണ് ഞാൻ ഈ ദൈവരാജ്യത്തിലേക്ക് വന്നത്, പറയുമോ നിങ്ങളുടെ ജീവിതം കണ്ട്? ഞാൻ പറയും, ഇസ്രായേൽ എന്ന നാമം, വിശുദ്ധ നാമം പേറി യാക്കോബ് മരിച്ച ആ വഴിയിൽ ഒരു വ്യക്തിയെങ്കിലും ഇസ്രായേലിൽ ദൈവത്തെ മനസ്സിലാക്കട്ടെ. വിശുദ്ധനായി യാക്കോബ് മരിച്ചു. ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളെ നീ. എന്താണ് വിശുദ്ധി എന്ന് പറയുന്നത്? പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്തുകൊണ്ട് യാക്കോബ് ഇങ്ങനെ പ്രാർത്ഥിച്ചു? 4 കാര്യങ്ങൾ. ദൈവകൃപയിൽ നിന്നും യാക്കോബ് വീണു പോയതുകൊണ്ട്, കൃപയുടെ കൂട്ടായ്മ അറ്റുപോയതുകൊണ്ട്, സ്വസ്ഥതയില്ലാതെ ഓടി തകർന്ന യാക്കോബിന്റെ ജീവിതം, പൊരുത്തക്കേടുകൾ പരിഹരിക്കാതെ ജീവിച്ച യാക്കോബ് യാബോക്ക് നദീതീരത്ത് വെച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. കൊടുത്ത അനുഗ്രഹം വിശുദ്ധിയുടെ അനുഗ്രഹമാണ്. ഒരു വിശുദ്ധനാക്കി, പുതിയൊരു നാമം നൽകി, പുണ്യനാമം നൽകി. അവന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായി. യാക്കോബ്, വിശുദ്ധനായ യാക്കോബ് പ്രധാനമായി 4 കാര്യങ്ങൾ ചെയ്തു. 1, ബന്ധങ്ങളെ ഉറപ്പിച്ചു, തൃപ്തനായി പങ്കുവച്ചു, വീടും യാഗവീടും പണിതു, ദേശത്തിന് അനുഗ്രഹമായി, പോയിടത്തെല്ലാം കൈകൾ നീട്ടി പട്ടണിക്കാരൻ രാജാവിനെ, ചക്രവർത്തി അനുഗ്രഹിച്ചു. മരിച്ചപ്പോൾ വിശുദ്ധനായി മരിച്ചു. ആ മരണം യഹോവയ്ക്ക് വലിയതായിരുന്നു. നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവമേ, യാക്കോബ് ഞങ്ങൾക്ക് വളരെ സുപരിചിതനായ മനുഷ്യൻ. അബ്രഹാമിൻ്റെയും
ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവമേ, ഞങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനായിരുന്നല്ലോ യാക്കോബ്. ഒരുപാട് ചാബല്യങ്ങളുള്ള മനുഷ്യൻ, വീഴ്ചകളുള്ള മനുഷ്യൻ. എങ്കിലും ഒരു രാത്രിയിൽ യാക്കോബ് തന്റെ ജീവിതത്തിന്റെ കണക്കെടുത്ത് യാബോക്ക് നദീതീരത്ത് വെച്ച് യാക്കോബ് തന്റെ ജീവിതത്തിന് കണക്കെടുത്ത്, എൻ്റെ ജീവിതം, എൻ്റെ ഓട്ടം എന്തിനു വേണ്ടിയായിരുന്നു? ആ കണക്കെടുപ്പ് അവസാനിച്ചത് നീയുമായിട്ടുള്ള കണ്ടുമുട്ടലിനാണ്. നിന്നെ കണ്ടുമുട്ടിയപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്നെ ഒരു വിശുദ്ധനാക്കണമേ. ഒരു വിശുദ്ധ നാമം നൽകി യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങളിൽ കുറവുകളുണ്ടെന്ന് സമ്മതിക്കും. കർത്താവേ, ഈ രാത്രി ഞങ്ങൾക്ക് യാക്കോബിനെ പോലെ ഒരു രാത്രിയാക്കി മാറ്റി തീർക്കണമേ. യാബോക്ക് നദീതീരത്ത് യാക്കോബ് മാനസാന്തരപ്പെട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധന്മാർ ബന്ധങ്ങളെ കെട്ടുപടിച്ചു. വിശുദ്ധന്മാർ കണക്ക് നോക്കാതെ പങ്കുവയ്ക്കണം. വിശുദ്ധന്മാർ വീടും യാഗപീഠവും പണിയണം. വിശുദ്ധന്മാർ അനേകർക്ക് കൈനീട്ടി അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവർ. വിശുദ്ധി മരിക്കണം. കർത്താവേ, ഞങ്ങൾ എന്ത് നേടി എന്നുള്ളതല്ല, എന്ത് സ്ഥാനത്ത് ഞങ്ങളായിരിക്കുന്നു എന്നുള്ളതല്ല, ഞങ്ങളുടെ മരണ കിടക്കയും ലോകം ഞങ്ങളെ ഈ മരിച്ചതൊരു വിശുദ്ധനാണ് എന്ന് പറയുമോ? കർത്താവെ, അങ്ങനെ പറയത്തില്ല എന്നാണ് ഞങ്ങളുടെ മനസ്സിപ്പോൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ ഇതാ ഞങ്ങൾ അടുത്ത് വരും. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. ഞങ്ങളെ വിശുദ്ധീകരിക്കണം. ഞങ്ങളെ നന്മയിലേക്ക് നയിക്കണം. നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടുന്നു.